ഇലാമു നസറുൽ അബ്ബാസി അബ്ബാസിയ കാലഘട്ടത്തിലെ ഗദ്ദി എഴുത്തുകാരിലെ ഒരാളായ ജാഹിളാണ്. ജാഹിളിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു 10 പോയിൻറ്റ്സ് നോക്കാം. ഹു അബു ഉസ്മാൻ അമ്രുബിൻ ബഹർ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബു ഉസ്മാൻ അമ്രുബിൻ ബഹർ എന്നാണ്. ഉലിദ 159 ഹിജ്റ ഫി മദീനത്തിൽ ബസ്റത്തി ജനൂബിൽ ഇറാഖ്. ഇറാഖിൻ്റെ തെക്കൻ ഭാഗത്തുള്ള ബസ്റ നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഉരിഫ ബിലുഖിബൽ ജാഹിൽ ബിസബബി ജുഹൂൽ ഐനൈഹി. അദ്ദേഹത്തിന് 2 കണ്ണുകളും പുറത്തേക്ക് തള്ളിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ജാഹിൽ എന്ന ലഖബ് നാമത്തിൽ അറിയപ്പെടുന്നു. യുഅദ്ദു മിൻ അബ്റസ അലാമുൽ അദബുൽ അറബി ഫിൽ അസ്റിൽ അബ്ബാസി. അബ്ബാസിയ കാലഘട്ടത്തിലെ അറബി സാഹിത്യകാരന്മാരിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളായിട്ട് ജാഹിലിനെ കണക്കാക്കപ്പെടുന്നു. നഷ് അൽ ജാഹിൽ ഫി ബീഅത്തിൻ അബ്ബാസിയത്തിൻ മുസ്ദഹിറത്തിൻ ഇൽമിയൻ വ സഖാഫിയ. ശാസ്ത്രപരവും സാംസ്കാരികവുമായ പുരോഗതിയുള്ള അബ്ബാസി അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ജാഹിൽ വളർന്നത്. കത്തബൽ ജാഹിൽ ഫി മജാലാത്തിൻ കസീറത്തിൻ മിഥലുൽ അദബ്, സിയാസ, അഖ്ലാഖ്, താരീഖ്, നബാത്ത് വൽ ഹയവാന്. അദ്ദേഹം സാഹിത്യം, അതുപോലെ തന്നെ രാഷ്ട്രീയം, അതുപോലെ തന്നെ നൈതികത, ചരിത്രം, സസ്യശാസ്ത്രം, മൃഗശാസ്ത്രം തുടങ്ങിയ നിരവധി മേഖലകളിൽ ജാഹിൽ എഴുതിയിട്ടുണ്ട്. അല്ലഫൽ ജാഹിൽ ഹവാലൈ 350 കിതാബ. അദ്ദേഹം ഏകദേശം 350 കിതാബുകളോളം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വമിൻ അഷ്ഹുർ കുത്തുബി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബുകളാണ് ഏത്? അൽ ബയാൻ വ തബീനു, അൽ ബുഖലാഉ, അൽ ഹയവാൻ, കിതാബുൽ മഹാസിന് വലദാദ്, കിതാബുൻ നിസാ. ഇത്ര അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബുകളാണ്. ഏതൊക്കെയാണ്? അൽ ബയാൻ വ തബീനു, അൽ ബുഖലാഉ, അൽ ഹയവാൻ, കിതാബുൽ മഹാസിന് വലദാദ്, കിതാബുൻ നിസാ. തുവഫ ആം 255 ഹിജ്റ. ഹിജ്റ 255 അദ്ദേഹം വഫാത്തായി. വ ഇഅ്തബറഹു നുഖാദു മിന തബഖത്തിൽ ഊല മിൻ കുത്താബിൽ അറബ്. അറബി എഴുത്തുകാരിലെ 1ാമത്തെ ശ്രേണിയിലുള്ള ആളായിട്ട് വിമർശകർ ഇദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. അപ്പം ജാഹിലിനെ കുറിച്ചിട്ടൊരു 10 പോയിൻറ്റ്സാണ് നമ്മളിപ്പോൾ നോക്കിയത്.